ഹലോ, അമയാസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പ്രഷർ കുക്കറിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു റവ കേക്ക് തയ്യാറാക്കാം, അതായത് മുട്ടയൊന്നുമില്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു കേക്ക് തയ്യാറാക്കാം എന്നുള്ള വീഡിയോയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കത്തില്ലല്ലോ. എന്നാൽ നമുക്ക് റവ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു കപ്പിൽ 1 കപ്പ് നിറച്ച് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. റവയുടെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ നല്ല തരിതരിപ്പായതുകൊണ്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഫൈൻ പൗഡറായിട്ടുള്ള, അതായത് തരി ഇല്ലാത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കേണ്ട, പഞ്ചസാര മാത്രം പൊടിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് റവ ഒരുപാടൊന്നും പൊടിഞ്ഞ് കിട്ടത്തില്ല, കുറച്ചേ പൊടിയത്തുള്ളൂ. പഞ്ചസാര നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. റവയും പഞ്ചസാരയും കൂടി ഇപ്പോൾ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ എടുത്ത പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പിലും ഇച്ചിരി കൂടെ കുറവ് ഒരു സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത്, മണമുള്ള ഒരു ഓയിലും ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. നമ്മൾ ഈ ഒരു റവ കേക്കിൽ മുട്ട ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് പുളിയില്ലാത്ത 1/2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നെങ്കിൽ തൈരോ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്കോ, നമുക്ക് മുട്ട ചേർക്കാത്തതിന് പകരമായിട്ടാണ് ബട്ടർ മിൽക്കോ തൈരോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഓയിലും തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഒരു ഫോർക്കോ സ്പൂണോ അതുപോലെ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് റവ വെച്ചുള്ള കേക്കല്ലേ, അപ്പോൾ നമ്മുടെ ആ റവ കേക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതുള്ള പാലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒരുപോലെ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു പരുവമല്ല വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഒരു 1/2 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അപ്പം ഇത് കറക്റ്റ് ബാറ്റർ ആവുകയും ചെയ്യും, റവയെല്ലാം ഒന്ന് കുതിർക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള കേക്ക് റെഡിയാക്കുന്ന പാത്രം സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡും ഒന്നും കണ്ടെന്നിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു താഴ്ചയുള്ള ഒരു പാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഓയിൽ പാത്രത്തിന് അടിവശത്തും സൈഡ് വശത്തും എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും തേച്ച് കൊടുക്കാം. നന്നായിട്ട് സൈഡ് വശത്ത് എല്ലാം തേച്ച് കൊടുക്കണം. കേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഇത് കൂടാതെ നമുക്ക് ഇളകി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വരാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതേസമയം നമ്മുടെ വീട്ടിലിപ്പോൾ എടുത്തതിൻ്റെ ബാക്കി മൈദയില്ലേ, ആ പൊടി നമ്മുടെ കയ്യിലേക്ക് ഇച്ചിരി എടുത്തിട്ട് ഉള്ളിൻ്റെ അടിഭാഗത്തും ഇതിൻ്റെ സൈഡ് ഭാഗത്തും ഒക്കെ ഒന്ന് വിതറി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്കൊക്കെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഈ സൈഡ് ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് കൊട്ടി ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും മൈദയെല്ലാം ആയിക്കോളും. എന്നിട്ട് ഈ ബാക്കി വന്ന മൈദ ബാക്കി ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനുള്ള പാത്രം റെഡിയായി. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് എന്തായെന്ന് നോക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പലരും എടുക്കുന്ന റവയുടെ ബ്രാൻഡ് വേറെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പം കട്ടിയായി, അഥവാ നമുക്ക് ബാറ്റർ കട്ടിയായി പോയി എന്നുണ്ടെങ്കിൽ നമ്മുടെ പാലില്ലേ അതിൽ നമുക്ക് കുറച്ചുകൂടി എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് നമുക്ക് ലൂസാക്കി പോകരുത്. അത് ഓരോരുത്തരുടെ റവ നമ്മൾ എടുക്കുന്ന റവ അനുസരിച്ച് ഇരിക്കും. ഇനി നമുക്ക് കേക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 1 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും. കണ്ടോ, നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പാലും സോഡാപ്പൊടിയും സോഡാ പൗഡറും കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തത് നമുക്കിനി കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നമുക്ക് കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടി നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു അര സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബദാമോ കാഷ്യൂവോ ഏതാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിർബന്ധമേ ഇല്ല. ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കേക്കിൻ്റെ മിക്സിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ തന്നെ ഒരു കേക്കിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വന്നു കേട്ടോ, നമ്മുടെ വാനില എസൻസ് ഒഴിച്ചപ്പോഴത്തേന് തന്നെ. ഇതിപ്പോൾ കണ്ടോ, എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ മിക്സ് ഒഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇപ്പോൾ നമുക്ക് പല രീതിയിൽ കേക്ക് എടുക്കാം. കുക്കറിലെടുക്കാം, ചൂട് കട്ടിയുള്ള പാത്രത്തിലെടുക്കാം, ഓവനിലെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കുക്കറിലാണ്. അതിനുവേണ്ടി കുക്കർ ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുമ്പേ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ടിലുള്ളൊരു സാധനമില്ലേ, ഒരു സ്റ്റാൻഡ്, അത് ഇതിനകത്ത് വെച്ച് കൊടുക്കണമെങ്കിലേ നമുക്ക് പാത്രം വെക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മളിതിൻ്റെ സൈഡിലുള്ള വാഷറും ഇതിൻ്റെ മുകളിലുള്ള കിസിലിൻ്റെ ആ ഒരു ഇതും എടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഒരു 50 to 55 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 53 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് വെന്തോ ഇല്ലയോ എന്ന് നോക്കുന്നത്, നമുക്കപ്പം നമ്മുടെ വീട്ടിലൊക്കെ സാധാ ആൾക്കാരൊക്കെ നമുക്കിങ്ങനെ ഒരു കൊച്ചി ഈർക്കിലുണ്ടല്ലോ, ഈർക്കിലിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കുത്തി നോക്കുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അതിനകത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. നമ്മൾ ഈ കേക്ക് കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ ഒരു 40 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം. ചിലരുടെയൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിം വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ ഇത് 45 മിനിറ്റ് വേവും, ചിലപ്പോൾ 50 മിനിറ്റ് വേവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് അതിനനുസരിച്ചൊന്ന് തുറന്ന് നോക്കാം. ഇതിന് നമുക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കേക്ക് ആറിയതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ അടിയിൽ വെതറിയില്ലേ മൈദാപ്പൊടിയെ, ആ ഒരു പൊടിയാണ് ഈ കാണുന്നത്. കണ്ടോ, കരിഞ്ഞു പോവുക ഒന്നും ചെയ്യത്തില്ല. കണ്ടോ, സൈഡ് വശമൊക്കെ മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് നമ്മുടെ റവ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു കേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉൾഭാഗവും ഒക്കെ കിട്ടിയിരിക്കുന്നത് കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറക്കട്ടെ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്കിൽ നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്ന നമ്പർ. ടാറ്റാ.